ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വീണ്ടും കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചിരിക്കുകയാണ് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ ബിൻ മുഹമ്മദ്. ഒരുപക്ഷെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം ശക്തമായ നിലപാടെടുത്ത ലോക നേതാക്കന്മാരുടെ പട്ടികയിൽ മഹാതിർ ബിൻ മുഹമ്മദുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 70% ഇന്ത്യയിലുള്ളത് മതേതരത്വ വിശ്വാസികളാണ്. അവരെ വേട്ടയാടുന്ന പൗരത്വ ഭേദഗതി നിയമം അത് ജനാധിപത്യ രാജ്യത്തിന് യോജിച്ചതല്ല. ഇതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ വേട്ടയാടുന്നതും ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞത് മലേഷ്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മഹാതിർ ബിൻ മുഹമ്മദാണ്. മഹാതിർ ബിൻ മുഹമ്മദിന് ഒരു 8ന്റെ പണി കൊടുക്കാൻ ഈ പ്രസ്താവനയിലൂടെ കേന്ദ്രം തീരുമാനിച്ചു. അങ്ങനെ കേന്ദ്രം ആദ്യം ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലധികം പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് മലേഷ്യയാണ്. അതുകൊണ്ട് തന്നെ മലേഷ്യയുടെ പാം ഓയിൽ ഇറക്കുമതി നിർത്തലാക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. അപ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ ബിൻ മുഹമ്മദ് പറഞ്ഞ കാര്യം ഇതാണ്: ഏവരെയും ഞെട്ടിപ്പിച്ചു പോയി. ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. അവരത് തടഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ എനിക്കതിൽ, ഞങ്ങളുടെ രാജ്യത്തിനതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾ സത്യമാണ് വിളിച്ചു പറഞ്ഞത്. സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏർപ്പെടുത്തിക്കൊള്ളൂ എന്നാണ് മഹാതിർ ബിൻ മുഹമ്മദിന്റെ ശക്തമായ വാക്കുകൾ. ഇപ്പോഴിതാ വീണ്ടും കേന്ദ്ര സർക്കാർ മഹാതിർ ബിൻ മുഹമ്മദിനെ ചൊടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇപ്രാവശ്യം ചെയ്തത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തടയാനാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സമയവും അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒന്ന് തന്നെയാണ്. താൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ് തൻ്റെ നിലപാടെന്ന് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയുന്ന മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ ബിൻ മുഹമ്മദിന് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. നമ്മളൊക്കെ ഭാരതീയനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവർ ആരായാലും അവരുടെ അഭിപ്രായത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും. മലേഷ്യയുടെ പ്രധാനമന്ത്രി മഹാതിർ ബിൻ മുഹമ്മദിന്റെ ഈ തിരിച്ചടി ചെറുതായൊന്നുമല്ല കേന്ദ്രത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Thank you.